ഹലോ ഗൈസ്, വെൽക്കം ടു ബെജീസ് വ്ളോഗ്സ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം മുട്ടമുളക് വരട്ടാണ്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരട്ടെ. ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 സ്പൂൺ ഉഴുന്നും കൂടി. ഇതെല്ലാം ഒന്ന് പൊട്ടി വരുമ്പോൾ 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അരമുറി സവാള കൂടി നീളത്തിൽ അരിഞ്ഞ് ചേർത്തത് ഇളക്കി കൊടുക്കാം. പിന്നെ 2 വറ്റൽ മുളകും കൂടി. ഒക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് നമുക്ക് ഇളക്കാം. ഇതിനാവശ്യമായ പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ജീരകപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് കായപ്പൊടി. ഇതെല്ലാം ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഇത് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കുന്നത്. ഇനി ആവശ്യത്തിന് മുട്ട എടുക്കാം. 4 or 5 മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഈ മുട്ടകളെല്ലാം കൂടി നമ്മൾക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വേണം ഈ മുട്ട വറവ് ഉണ്ടാക്കാനായിട്ട്. ഈ മുട്ടയെല്ലാം പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. കാരണം അതിൻ്റെ ഉണ്ണിയെല്ലാം ഒന്ന് പൊട്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. അത് കഴിയുമ്പോഴത്തേക്ക് അടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് ഇളക്കണ്ട, കാരണം ഒത്തിരി പൊടിഞ്ഞു പോകുന്നത് നല്ലതല്ല ഈ മുട്ട വറവിന്. ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുത്തി ഇളക്കാതെ, പൊടിയായിട്ട് ഇളക്കാതെ, ജസ്റ്റ് മുറിച്ച് ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ പാകത്തിന് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഈ ഒരു പരുവത്തിന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടമുളക് വരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത്, മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം, ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള മുട്ട വറവ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.